ഈ വീഡിയോയിൽ നമ്മൾ ലീനിയർ ഇക്വേഷൻ ഇൻ 2 വേരിയബിൾ എന്ന് പറയുന്ന ചാപ്റ്ററിലെ നേച്ചർ ഓഫ് ലൈൻസ് ആൻഡ് കൺസിസ്റ്റൻസി എന്ന് പറയുന്ന ടോപ്പിക്കിലെ 5 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ബോർഡിൽ ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് സോൾവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഓക്കെ, സോ സാധാരണ ചെയ്യാറുള്ള പോലെ ആദ്യം നമ്മൾ ജസ്റ്റ് ബ്രീഫായിട്ട് തിയറി പാർട്ട് ഒന്ന് നോക്കാം, അതിനുശേഷം ഡീറ്റെയിൽഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ഓരോന്ന് ചെയ്യാം. ഓക്കെ, നൗ ഒരു ലീനിയർ ഇക്വേഷൻ ഇൻ 2 വേരിയബിൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതിൻ്റെ സ്റ്റാൻഡേർഡ് ഫോം അല്ലെങ്കിൽ ജനറൽ ഫോം എന്ന് പറയുന്നത് a1x പ്ലസ് b1y പ്ലസ് c1 ഈക്വൽ ടു 0 എന്നാണ്. ഓക്കെ, എന്തുകൊണ്ടാണ് ഇതിന് ലീനിയർ ഇക്വേഷൻ ഇൻ 2 വേരിയബിൾ എന്ന് പറയുന്നത്? അതിൽ 2 വേരിയബിൾ ഉള്ളത് കൊണ്ടാണ് ഈ ഇക്വേഷനിൽ, അല്ലേ? ഒന്ന് എക്സും ഒന്ന് വൈയും. ഓക്കെ, ഇതിൽ എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് ആണ് a1, വൈൻ്റെ കോയിഫിഷ്യൻ്റ് ആണ് b1, കോൺസ്റ്റന്റ് ടേം ആണ് c1. ഓക്കെ, ഇനി ഈ ഒരു ലീനിയർ ഇക്വേഷൻ ഇൻ 2 വേരിയബിൾ നമ്മളൊരു ഗ്രാഫ് പേപ്പറിൽ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ് കിട്ടുക. ഓക്കെ, ഇതുകൊണ്ടാണ് നമ്മൾ ഈ ഇക്വേഷനെ ലീനിയർ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്നുള്ള രീതിയിൽ ഓർമ്മിച്ച് വെക്കുക. കണ്ടില്ലേ, ലീനിയർ എന്നുള്ളതിൽ ആ ഒരു വാക്ക്, ലൈൻ എന്നുള്ള വാക്ക്. ഓക്കെ, അപ്പോൾ ഒരു ലീനിയർ ഇക്വേഷനെ ഗ്രാഫ് പേപ്പറിൽ പ്ലോട്ട് ചെയ്താൽ നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ ആണ് കിട്ടുക. ഇനി നമ്മൾ മറ്റൊരു ലീനിയർ ഇക്വേഷനും കൂടെ കൺസിഡർ ചെയ്യുക ഒരേ സമയം. ഫോർ എക്സാമ്പിൾ a2x പ്ലസ് b2y പ്ലസ് c2 ഈക്വൽ ടു 0. ഓക്കെ, ഇത് വേറൊരു ലീനിയർ ഇക്വേഷൻ ആണ്. ഇവിടെ എക്സിന്റെ കോയിഫിഷ്യന്റ് a2 ആണ്, വൈന്റെ കോയിഫിഷ്യന്റ് b2 ആണ്, കോൺസ്റ്റന്റ് ടേം c2 ആണ്. ഇനി ഈ ഒരു ലീനിയർ ഇക്വേഷനും നമ്മൾ അതേ ഗ്രാഫ് പേപ്പറിൽ തന്നെ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് രണ്ടാമതൊരു ലൈനാണ് കിട്ടുക. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഒരേ ഗ്രാഫ് പേപ്പറിൽ ഈ 2 ലീനിയർ ഇക്വേഷനും 2 ഡിഫറെന്റ് ലൈനുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ 2 ലൈനുകൾക്കും 3 സാധ്യതകളാണ് ഉള്ളത്, 3 പോസിബിലിറ്റീസ് ഉള്ളത്. ഒന്നെന്ന് പറഞ്ഞാൽ ഈ 2 ലൈനുകളും ഒന്നുകിൽ ഇന്റർസെക്ട് ചെയ്യാം, എവിടെയെങ്കിലും കൂട്ടിമുട്ടാം. അതാണ് ഈ ടേബിൾ നോക്കിയാൽ മനസ്സിലാവും. ഈ ഒന്നാമത്തെ റോ ആണ് ഞാൻ പറയുന്നത്. ഗ്രാഫിക്കൽ റെപ്രസെന്റേഷന്റെ ചോട്ടിൽ കാണാം ഇന്റർസെക്റ്റിംഗ് ലൈൻസ്. ഈ 2 ലൈൻസും ഇന്റർസെക്ട് ചെയ്യാം. ഈ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിനെയാണ് ഈ 2 ലീനിയർ ഇക്വേഷൻസിന്റെയും സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ 2 ലീനിയർ ഇക്വേഷൻസിനും കൂടെ നമ്മൾ പറയുക സിസ്റ്റം എന്നാണ്. ഓക്കെ, 2 ലീനിയർ ഇക്വേഷൻ ഒരേ സമയം നമ്മൾ കൺസിഡർ ചെയ്ത് സോൾവ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ അതിന് സിസ്റ്റം എന്നാണ് പറയുക. അപ്പോൾ ഈ സിസ്റ്റത്തിന് ഒരു യുണീക്ക് സൊല്യൂഷൻ ആണുള്ളത്. ആ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഈ 2 ലൈനും കൂടെ കൂട്ടിമുട്ടുന്ന ആ ഒരു പോയിന്റ് ഉണ്ടല്ലോ, അതിന്റെ എക്സ് കോർഡിനേറ്റിനെയും വൈ കോർഡിനേറ്റിനെയും കൂടെയാണ് ഇതിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇത് തൊട്ടടുത്ത് തന്നെ കാണാം എക്സാക്ട്ലി 1 സൊല്യൂഷൻ. ഇപ്പൊ ഈ പറഞ്ഞ ആദ്യത്തെ ഇന്റർസെക്റ്റിംഗ് കേസിന് ഒരൊറ്റ സൊല്യൂഷൻ ഉണ്ടാവുകയുള്ളൂ, അത് ആ കൂട്ടിമുട്ടുന്ന പോയിന്റ് ആണ്. അതുകൊണ്ട് തന്നെ സിസ്റ്റം ഈസ് കൺസിസ്റ്റന്റ്. അതായത് എപ്പോഴെങ്കിലും തന്നിരിക്കുന്ന സിസ്റ്റത്തിന് സൊല്യൂഷൻ ഉണ്ടെങ്കിൽ അത് ചിലപ്പോൾ ഒരു സൊല്യൂഷൻ ആവാം, ചിലപ്പോൾ ഇൻഫിനിറ്റ് സൊല്യൂഷൻ ആവാം. എങ്ങനെയായാലും സൊല്യൂഷൻ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ പറയാം സിസ്റ്റം ഈസ് കൺസിസ്റ്റന്റ് എന്നാണ്. ഓക്കെ, ഇനി നമ്മൾ രണ്ടാമത്തെ പോസിബിലിറ്റിയിലേക്ക് പോകാം. ഈ തന്നിരിക്കുന്ന 2 സ്ട്രെയിറ്റ് ലൈൻസും ഒരു പക്ഷേ കോഇൻസിഡന്റ് ആകാം. കോഇൻസിഡന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ലൈനിന്റെ നേരെ മുകളിൽ രണ്ടാമത്തെ ലൈൻ വരിക, 2 ലൈനും ഒന്നിന് മീതെ മറ്റൊന്നായിട്ട് കാണപ്പെടുക. ഈ ഒരു കേസിൽ നമുക്ക് ഇൻഫിനിറ്റ് സൊല്യൂഷൻ ആണ് ഉണ്ടാവുക. തന്നിരിക്കുന്ന സിസ്റ്റത്തിന് അഥവാ 2 ലീനിയർ ഇക്വേഷനും കൂടെ ഇൻഫിനിറ്റ് സൊല്യൂഷൻ ആണ് ഉണ്ടാവുക. ഈ 2 ലൈനും പാസ് ചെയ്യുന്ന ഓരോ പോയിന്റും, കാരണം ഒരു ലൈൻ ഏതൊക്കെ പോയിന്റിലൂടെ പാസ് ചെയ്യുന്നുണ്ടോ അതേ പോയിന്റിൽ കൂടെ തന്നെ രണ്ടാമത്തെ ലൈനും പാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോ പോയിന്റും ഈ 2 ലൈനിന്റെയും കൂടെ കോമൺ സൊല്യൂഷൻ ആയിട്ട് വരും. അതുകൊണ്ട് നമ്മൾ ആ ഒരു കേസിന് പറയാ ആ സിസ്റ്റത്തിന് ഇൻഫിനിറ്റ് സൊല്യൂഷൻ ഉണ്ടെന്നാണ് പറയാ. അതുകൊണ്ട് തന്നെ ഈ സിസ്റ്റം അതും കൺസിസ്റ്റന്റ് തന്നെയാണ്. നേരത്തെ മുൻപ് പറഞ്ഞതുപോലെ ഈ കേസും കൺസിസ്റ്റന്റ് തന്നെയാണ്. ഇവിടെ ഈ രണ്ടാമത്തെ കേസിൽ ഈ 2 ലീനിയർ ഇക്വേഷനെ നമ്മൾ ഡിപ്പെൻഡന്റ് ഇക്വേഷൻസ് എന്നും കൂടെ പറയാറുണ്ട്. ഡിപ്പെൻഡന്റ് ഇക്വേഷൻസ് എന്ന് പറയാറുണ്ട്. ഒന്നുകൂടെ സൂചിപ്പിക്കാം. ഫസ്റ്റ് പറഞ്ഞ കേസിൽ തന്നിരിക്കുന്ന 2 ലൈനും കോമൺ ആയിട്ട് പാസ് ചെയ്യുന്ന ഒരേ ഒരു പോയിന്റേ ഉണ്ടാവുള്ളൂ. അങ്ങനെ കോമൺ ആയി പാസ് ചെയ്യുന്ന പോയിന്റിനെയാണ് നമ്മൾ സൊല്യൂഷൻ എന്ന് പറയാം. അങ്ങനെ ഫസ്റ്റ് കേസിൽ ഒരേ ഒരു പോയിന്റ് മാത്രമേ കോമൺ ആയിട്ടുള്ളൂ എന്നുള്ളത് കൊണ്ട് അവിടെ യുണീക്ക് സൊല്യൂഷൻ ആണ്. എന്നാൽ രണ്ടാമത് പറഞ്ഞ കേസിൽ ഇതുപോലെയുള്ള നിരവധി പോയിന്റുകൾ ഉള്ളത് കൊണ്ട് നമ്മൾ അതിന് ഇൻഫിനിറ്റ് സൊല്യൂഷൻ ആണ് എന്ന് പറയും. ഇനി മൂന്നാമത്തെ കേസ് നോക്കുകയാണെങ്കിൽ അവിടെ മൂന്നാമത്തെ പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞിരിക്കുന്ന 2 ലൈനുകളും
പാരലൽ ലൈൻസ് ആവാം, അതായത് എവിടെയും ടച്ച് ചെയ്യാതെ ഇൻഫിനിറ്റ് ആയിട്ട് പാരലൽ ആയിട്ട് പോകുന്ന ലൈൻസ്. അപ്പൊ നമുക്കറിയാം സ്വാഭാവികമായിട്ടും ഈ പറയുന്ന രണ്ട് ലൈനും പാസ് ചെയ്യുന്ന പോയിന്റുകളെല്ലാം ഡിഫറെന്റ് പോയിന്റ്സുകളായിരിക്കും. അതും ഒരിക്കൽ പോലും അത് കോമൺ ആയിട്ടുള്ള ഒരു പോയിന്റിലൂടെ ഈ രണ്ട് ലൈനും ഒരേ സമയം പാസ് ചെയ്യില്ല. ഒരേ സമയം എന്നല്ല, ഒരിക്കലും പാസ് ചെയ്യില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ പറയും ഈ ഒരു കേസിൽ നോ സൊല്യൂഷൻ ആണ്. ഈ തന്നിരിക്കുന്ന ലീനിയർ ഇക്വേഷൻ 2 വേരിയബിളിന് ഒരു സൊല്യൂഷനും ഇല്ല. അതുകൊണ്ട് തന്നെ തന്നിരിക്കുന്ന സിസ്റ്റം ഇൻകൺസിസ്റ്റന്റ് ആണ് എന്ന് നമ്മൾ പറയും. ഓക്കെ, അതാണ് മൂന്നാമത്തെ റോയിൽ എഴുതിയിരിക്കുന്നത്. ഇനി നമുക്ക് ഒരു ലീനിയർ ഇക്വേഷൻ 2 ഒരു സിസ്റ്റം തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെ ഒരു സിസ്റ്റം തന്നതിന് ശേഷം നമ്മൾ ഗ്രാഫ് പേപ്പറിൽ വരച്ചാൽ നമുക്ക് കിട്ടുന്ന ഈ രണ്ട് ലൈനുകളും അത് ഏത് രൂപത്തിലുള്ളതായിരിക്കും, അതായത് ഇന്റർസെക്റ്റിംഗ് ആയിരിക്കുമോ, കോയിൻസിഡന്റ് ആയിരിക്കുമോ, അല്ലെങ്കിൽ പാരലൽ ആയിരിക്കുമോ എന്നുള്ളതൊക്കെ നമുക്ക് വരച്ച് നോക്കാതെ തന്നെ നമുക്ക് പറയാൻ പറ്റും. അതെങ്ങനെയാണ് സാധിക്കുക എന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് കോളത്തിൽ പറയുന്നത്. എങ്ങനെയാണ് അത് സാധിക്കുക? നമ്മൾ തന്നിരിക്കുന്ന ലീനിയർ ഇക്വേഷൻസിന്റെ കോയിഫിഷ്യൻസുകൾ തമ്മിൽ കോയിഫിഷ്യൻസിന്റെ റേഷ്യോസ് കമ്പയർ ചെയ്താൽ നമുക്കത് എളുപ്പം പറയാൻ സാധിക്കും. അപ്പൊ ഫസ്റ്റ് റോ തന്നെ നോക്കാം. a1/a2 നോട്ട് ഈക്വൽ ടു b1/b2. നമ്മൾ തന്നിരിക്കുന്ന ലീനിയർ ഇക്വേഷൻസ് കോയിഫിഷ്യന്റ് കളക്ട് ചെയ്ത് ഈ റേഷ്യോസ് കമ്പയർ ചെയ്താൽ നമുക്ക് കാണാൻ സാധിക്കുകയാണ് a1/a2 എന്ന് പറയുന്നത് അത് സെപ്പറേറ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക, a1/a2. അതേപോലെ b1/b2 കാൽക്കുലേറ്റ് ചെയ്യുക. ഇത് രണ്ടും ഈക്വൽ അല്ല എങ്കിൽ ഉറപ്പായിട്ടും പിന്നീട് നമ്മൾ ആ ലൈനുകൾ പ്ലോട്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുക ആ ലൈനുകൾ ഒരു സ്ഥലത്ത് ഇന്റർസെക്റ്റിംഗ് ചെയ്യുന്നുണ്ടാകും. അതാണ് ആ ഫസ്റ്റ് റൂൾ എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന് യുണീക്ക് സൊല്യൂഷൻ ആയിരിക്കും, സിസ്റ്റം കൺസിസ്റ്റന്റ് ആയിരിക്കും. ഇതുപോലെ രണ്ടാമത്തെ കേസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാണ്. a1/a2 കാൽക്കുലേറ്റ് ചെയ്തു, b1/b2 കാൽക്കുലേറ്റ് ചെയ്തു, c1/c2 ആണ്, c1/c2 കാൽക്കുലേറ്റ് ചെയ്തു. മൂന്നും കമ്പയർ ചെയ്യുമ്പോൾ മൂന്നും ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ ഉറപ്പായും ഗ്രാഫ് പേപ്പറിൽ നമ്മൾ വരച്ച് കഴിയുമ്പോൾ ഈ രണ്ട് ലൈൻസും കോയിൻസിഡന്റ് ആയിരിക്കും, ഇൻഫിനിറ്റ് സൊല്യൂഷൻ ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ സിസ്റ്റം കൺസിസ്റ്റന്റ് ആയിരിക്കും. മൂന്നാമത്തെ കേസും ഇതേപോലെ, മൂന്നാമതൊരു കേസ് തന്നോന്ന് വിചാരിക്കുക, ഒരു ക്വസ്റ്റ്യൻ. അതിൽ നമ്മൾ ഇതേപോലെ a1/a2 b1/b2 c1/c2 ആണ് കാൽക്കുലേറ്റ് ചെയ്ത് സെപ്പറേറ്റ് ആയി കാൽക്കുലേറ്റ് ചെയ്തിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ a1/a2 ഈക്വൽ ടു b1/b2 എന്ന് കിട്ടുന്നുണ്ട്. പക്ഷെ ദാറ്റ് വോണ്ട് ബി ഈക്വൽ ടു c1/c2 എന്ന് കിട്ടുന്നില്ല. അങ്ങനെയാണെങ്കിൽ തന്നിരിക്കുന്ന രണ്ട് ലൈൻസും പാരലൽ ലൈൻസ് ആയിരിക്കും, സൊല്യൂഷൻ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ സിസ്റ്റം ഇൻകൺസിസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, ഇതാണ് അതിന്റെ ബ്രീഫ് ആയിട്ടുള്ള ഇതിന്റെ തിയറി പാർട്ട്. സംഗതി ഇത്രയേ ഉള്ളൂ. തന്നിരിക്കുന്ന ലീനിയർ ഇക്വേഷൻസിന്റെ കോയിഫിഷ്യൻസിന്റെ റേഷ്യോ കമ്പയർ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ലീനിയർ ഇക്വേഷൻസ് ഗ്രാഫ് പേപ്പറിൽ പ്ലോട്ട് ചെയ്താൽ അവിടെ ഉണ്ടാവുന്ന ലൈൻസ് ഇന്റർസെക്റ്റിംഗ് ആയിരിക്കുമോ, പാരലൽ ആയിരിക്കുമോ, കോയിൻസിഡന്റ് ആയിരിക്കുമോ എന്നൊക്കെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതിനടിസ്ഥാനത്തിൽ നമുക്ക് സിസ്റ്റം കൺസിസ്റ്റന്റ് ആണോ ഇൻകൺസിസ്റ്റന്റ് ആണോ എന്നൊക്കെ പറയാൻ പറ്റും. ഓക്കെ, നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസിലേക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 2025 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. A system of two linear equations in two variables is inconsistent if the lines in the graph are. ഓക്കെ, അപ്പം അവർ പറയുന്നത് ഒരു സിസ്റ്റം ഉണ്ട്, അത് ഇൻകൺസിസ്റ്റന്റ് ആണെന്ന് പറയുന്നുണ്ട്. നമുക്കറിയാം ഇൻകൺസിസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ സൊല്യൂഷൻ ഇല്ല എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും രണ്ട് ലൈൻസും പാരലൽ ആയിരിക്കണം, അല്ലെ? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. Which out of the following type of straight lines will be represented by the system of equations 3x plus 4y equal to 5 and 6x plus 8y equal to 7? ഓക്കെ, അപ്പോൾ രണ്ട് ലീനിയർ ഇക്വേഷൻസ് 2 വേരിയബിൾസ് തന്നിട്ടുണ്ട്. അത് ഗ്രാഫ് പേപ്പറിൽ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ലൈൻസ് ഏത് തരത്തിലായിരിക്കും, അതിന്റെ നേച്ചർ എന്താണെന്നാണ് ചോദിക്കുന്നത്. അതറിയണമെങ്കിൽ നമ്മൾ ആദ്യം കോയിഫിഷ്യൻസിന്റെ റേഷ്യോസ് കമ്പയർ ചെയ്യണമല്ലോ. ആദ്യം ഞാൻ എന്ത് ചെയ്യാണ്, തന്നിരിക്കുന്ന ലീനിയർ ഇക്വേഷൻ 2 വേരിയബിൾ എഴുതുകയാണ്. ഫസ്റ്റ് ഇക്വേഷൻ 3x plus 4y equal to 5. ഇത് നമുക്ക് റേഷ്യോസ് കമ്പയർ ചെയ്യണമെങ്കിൽ നമുക്കറിയാം ആദ്യം അതിന് ജനറൽ ഫോമിലേക്ക് ആക്കണം. 3x plus 4y minus 5 equal to 0 എന്ന് ആക്കുകയാണ്. കാരണം നമുക്കറിയാം a1x plus b1y plus c equal to 0 എന്നുള്ളതാണ് ജനറൽ ഫോം. അതുപോലെ രണ്ടാമത്തെ ഇക്വേഷൻ്റെയും 6x plus 8y equal to 7 എന്നാണ്. 6x plus 8y minus 7 equal to 0 എന്ന് എഴുതി. ഇനി ഞാൻ a1ഉം a2ഉം എല്ലാം കമ്പയർ ചെയ്യാണ്. നമുക്കറിയാം a1 b1 c1 ഇങ്ങനെയാണ് വരിക, a2 b2 c2 ഇങ്ങനെയാണ് വരിക. a1/a2 എന്ന് പറഞ്ഞാൽ 3/6 ആണ്, b1/b2 എന്ന് പറഞ്ഞാൽ 4/8 ആണ്, c1/c2 എന്ന് പറഞ്ഞാൽ -5/-7 ആണ്. ഇനി 3/6ന് എനിക്ക് ഹാഫ് എന്ന് സിംപ്ലിഫൈ ചെയ്ത് എഴുതാൻ പറ്റും, 4/8ന് എനിക്ക് ഹാഫ് എന്ന് എഴുതാൻ പറ്റും, -5/7 എനിക്ക് 5/7 എഴുതാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇനി നോക്കുമ്പോൾ നമുക്കറിയാം ഹാഫ് ഈക്വൽ ടു ഹാഫ് നോട്ട് ഈക്വൽ ടു 5/7 എന്നാണ് വരേണ്ടത്.
അപ്പോൾ ഇത് ഏത് കാറ്റഗറിയിലാണ് വരുന്നത്? A1/A2 ഈക്വൽ ടു B1/B2 നോട്ട് ഈക്വൽ ടു C1/C2 അല്ലേ? അതായത് പാരലൽ ലൈൻസ് അല്ലെ, അതിന്റെ കണ്ടീഷനാണ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. The condition for which the pair of equations ax plus 2y equal to 7 and 3x plus by equal to 16 represent parallel lines. ഓക്കെ, അവർ രണ്ട് ലീനിയർ ഇക്വേഷൻ 2 വേരിയബിൾ തന്നിട്ടുണ്ട്. എന്നിട്ട് അവർ ആദ്യമേ പറയുന്നത് അത് പാരലൽ ആണ്, ഗ്രാഫിൽ ഇത് പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ പാരലൽ ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. എന്നാൽ അങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്ക് ലീനിയർ ഇക്വേഷനിൽ എക്സിന്റെയും വൈന്റെയും ചില സ്ഥലങ്ങളിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും കോഎഫിഷ്യൻസ് ഹൈഡ് ചെയ്തിട്ടുണ്ട്. കറക്റ്റ് പ്രോപ്പറായിട്ട് നമ്പർ അല്ല, പകരം എ എന്നും ബി എന്നും പറയുന്ന ലെറ്റേഴ്സാണ് തന്നിട്ടുള്ളത്. ആ എയും ബിയും തമ്മിലുള്ള റിലേഷൻ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ എന്ത് ചെയ്യണം? പാരലൽ ലൈൻസ് ആണെന്ന് തന്നതുകൊണ്ട് നമുക്ക് പാരലൽ ലൈൻസ് ആകണമെങ്കിലുള്ള കണ്ടീഷൻ നമുക്കറിയാം അല്ലെ. A1/A2 ഈക്വൽ ടു B1/B2 നോട്ട് ഈക്വൽ ടു C1/C2. ഈ കണ്ടീഷൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എൻ്റെയും ബിന്റെയും ആവശ്യമുള്ള റിലേഷൻ പുറത്തെടുക്കാൻ സാധിക്കണം. അപ്പോൾ ഞാൻ ആദ്യം ലീനിയർ ഇക്വേഷൻ 2 വേരിയബിൾ സ്റ്റാൻഡേർഡ് ഫോമിൽ എഴുതുകയാണ്. തന്നത് രണ്ടും ax plus 2y minus 7 equal to 0. രണ്ടാമത്തെ ഇക്വേഷൻ 3x plus by minus 16 equal to 0. ഇനി A1/A2 എന്ന് പറഞ്ഞാൽ A/3 ആണ്, B1/B2 എന്ന് പറഞ്ഞാൽ 2/B ആണ്, C1/C2 എന്ന് പറഞ്ഞാൽ -7/-16 ആണ്. നമുക്കറിയാം പാരലൽ ആണെന്ന് പറയുന്നത് കൊണ്ട് തന്നെ ഇത് A/3 ഈക്വൽ ടു 2/B നോട്ട് ഈക്വൽ ടു -7/-16 നമുക്ക് എഴുതാൻ പറ്റും. ഇനി നമ്മൾ ഓപ്ഷൻസിലേക്ക് നോക്കുമ്പോൾ നമുക്ക് എല്ലായിടത്തും AB ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഈ ഒരു പാർട്ടിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അവിടെയാണ് ഈക്വൽ ടു എന്ന് പറയുന്ന റിലേഷൻ വരുന്നത്. മറ്റൊരുത്ത് നോട്ട് ഈക്വൽ ടു ആണല്ലോ. അപ്പോൾ നമ്മൾ ഇവിടെ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഈ ഒരു ഭാഗത്ത് നമ്മൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? AB ഈക്വൽ ടു 2 into 3 എന്ന് കിട്ടും അല്ലേ. AB ഈക്വൽ ടു 2 into 3 അഥവാ AB ഈക്വൽ ടു 6 എന്ന് പറഞ്ഞു കിട്ടും. ഇതാണ് നമുക്ക് ആവശ്യമുള്ള റിലേഷൻ. ഓപ്ഷൻസ് നോക്കുമ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. അതാണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. The pair of linear equations 2x equal to 5y plus 6 and 15y equal to 6x minus 18 represents two lines which are. ഓക്കെ, അപ്പൊ ഇവിടെ നേർക്ക് നേരെ രണ്ട് ലീനിയർ ഇക്വേഷൻസും 2 വേരിയബിൾസ് തന്നിട്ട് അതിന്റെ ലൈൻസിന്റെ നേച്ചർ എന്താണെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ സാധാരണ നമ്മൾ ചെയ്യാറുള്ള പോലെ ഫസ്റ്റ് അതിന്റെ ജനറൽ ഫോമിലേക്ക് എഴുതാം. 2x minus 5y minus 6 equal to 0. ഇവിടെ ഞാൻ ചെയ്തത് 5yനെയും 6നെയും LHSലേക്ക് ട്രാൻസ്പോസ് ചെയ്യാണ് ചെയ്തത് അതിന്റെ ജനറൽ ഫോമിലേക്ക് എഴുതാൻ വേണ്ടിയിട്ട്. രണ്ടാമത്തെ ഇക്വേഷൻ എന്ത് ചെയ്യാം? എനിക്ക് വേണമെങ്കിൽ 15yനെ RHSലേക്ക് കൊടുക്കാം. ഇനി അതല്ല 6x minus 18നെ LHSലേക്ക് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 6x minus 18നെ 15yനെ RHSലേക്ക് എടുക്കുകയാണ്. ഇപ്പൊ എനിക്ക് എങ്ങനെ എഴുതാം? 0 ഈക്വൽ ടു 6x minus 15y minus 18 ഈക്വൽ ടു 0 എന്ന് എഴുതാം അല്ലെ. സോറി, ഈക്വൽ ടു ഫസ്റ്റ് 0 ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ എഴുതിയത്. ഇതിനെ വേണമെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ജസ്റ്റ് ഒന്ന് ഷഫിൾ ചെയ്യാം. എന്ത് കിട്ടും? 6x minus 15y minus 18 ഈക്വൽ ടു 0 എന്ന് കിട്ടും. കമ്പയർ ചെയ്യാനുള്ളൊരു എളുപ്പത്തിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തത്. നമുക്ക് റേഷ്യോസ് കമ്പയർ ചെയ്യാം അല്ലെ. കോഎഫിഷ്യൻസിന്റെ 2/6 A1/A2 minus 5/-15 B1/B2 minus 6/-18. ഓക്കെ, 2/6ന് എനിക്ക് 1/3 എന്ന് എഴുതാം. -5/15 1/3 എന്ന് എഴുതാം. മൈനസും മൈനസും പ്ലസ് ആവും. -6/-18 വീണ്ടും എനിക്ക് 1/3 എന്ന് എഴുതാം. അപ്പൊ എനിക്ക് 1/3 ഈക്വൽ ടു 1/3 ഈക്വൽ ടു 1/3 എന്ന് കിട്ടി. അതായത് A1/A2 ഈക്വൽ ടു B1/B2 ഈക്വൽ ടു C1/C2. നമുക്കറിയാം അത് കോഇൻസിഡന്റിന്റെ റിലേഷൻ ആണ് അല്ലെ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. നമ്മൾ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 5. The pair of equations ax plus 2y equal to 9 and 3x plus by equal to 18 represent parallel lines where a, b are integers if. ഇവിടെയും അവർ ആദ്യം തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഈ തന്നിരിക്കുന്ന സിസ്റ്റം പ്ലോട്ട് ചെയ്താൽ പാരലൽ ലൈൻസ് ആണ് കിട്ടുക. അങ്ങനെയാണെങ്കിൽ എയും ബിയും തമ്മിലുള്ള റിലേഷൻ ആണ് ചോദിക്കുന്നത്. നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഫസ്റ്റ് അതിനെ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് എഴുതുക, ജനറൽ ഫോമിലേക്ക് എഴുതുക. ax plus 2y minus 9 equal to 0 എന്നും 3x plus by minus 18 equal to 0 എന്ന് എഴുതാം. എന്നിട്ട് പാരലൽ ലൈൻസിന്റെ കണ്ടീഷൻ അവിടെ അപ്ലൈ ചെയ്യുക. A1/A2 എന്ന് പറഞ്ഞാൽ A/3 ആണ് വരിക. B1/B2 എന്ന് പറഞ്ഞാൽ 2/B ആണ് വരിക. C1/C2 എന്ന് പറഞ്ഞാൽ -9/-18 ആണ് വരിക. നമുക്കറിയാം പാരലൽ ലൈൻസിന്റെ കണ്ടീഷൻ A1/A2 ഈക്വൽ ടു B1/B2 നോട്ട് ഈക്വൽ ടു C1/C2. ഇവിടെ ഓപ്ഷൻസിൽ നമുക്ക് എല്ലാം ഈക്വൽ ടു ആണ് കാണുന്നത്. അപ്പോൾ നമ്മൾ ഈക്വൽ ടുവിന്റെ ഭാഗത്ത് വീണ്ടും കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുക.
ഇനി അവിടെ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ വീണ്ടും AB ഈക്വൽ ടു 2 × 3 വിച്ച് ഇസ് ഈക്വൽ ടു 6 എന്ന് പറഞ്ഞിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മളെ ക്ലാസ്സുകൾ ഉണ്ടാവുക, ഓൺലൈൻ ക്ലാസ് ഉണ്ടാവുക. ഓരോ കാര്യവും ഡീറ്റെയിൽഡ് ആയിട്ട് സ്റ്റുഡൻസിൻ്റെ റിക്വയർമെൻ്റ് അനുസരിച്ച് ഓരോ സ്റ്റുഡൻറ്റിൻ്റെയും പേസ് അനുസരിച്ചിട്ടാണ് നമ്മൾ ക്ലാസ് എടുക്കുക. പിന്നെ ഏത് ചെറിയ സംശയവും എന്ത് കാര്യം, ഓരോ ടോപ്പിക്കിൻ്റെ വിഷയമാണെങ്കിലും ഇനി അതല്ല പഠിക്കേണ്ട രീതികളെ കുറിച്ചാണെങ്കിലും മെറ്റീരിയൽസിനെ കുറിച്ചാണെങ്കിലും എങ്ങനെയാണ് റിവൈസ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള ജനറൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും സംശയങ്ങളൊക്കെ തീർത്ത് കൊടുക്കുന്ന അല്ലെങ്കിൽ സപ്പോർട്ട് കൊടുക്കുന്ന രീതിയിലാണ് നമ്മൾ ക്ലാസ് കണ്ടക്ട് ചെയ്യുക. അതുപോലെ പിന്നെ അപ്പോൾ അത് ഇത്തരത്തിലുള്ള ക്ലാസ്സുകളിൽ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഇനി ക്ലാസ് ആവശ്യമില്ലാത്ത എന്നാൽ ഇതേപോലെ ചില ഗൈഡൻസോ അല്ലെങ്കിൽ ഹെൽപ്പോ ആവശ്യമുള്ള ആളുകൾക്കും കോൺടാക്ട് ചെയ്യാം. വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ ഇൻഷാ അല്ലാഹ് ഞാൻ ഫ്രീ ആവുന്ന സമയത്ത് ഞാനതിന് റിപ്ലൈ തരാം. ഓക്കെ.